ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ബുധനാഴ്ചത്തെ വ്ളോഗാണേ. അതെ, ഇന്ന് തിരുവോണം ദിവസമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് ഓണം മാത്രമല്ല ഒരു ഫെസ്റ്റിവലും നമ്മൾ ആഘോഷിക്കാറില്ല. പൂക്കളൊക്കെ തീർന്നതുകൊണ്ട് ഇന്ന് പൂവില്ലാത്ത പൂജയാണേ. പിന്നെ എല്ലാവർക്കും വിശക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കാപ്പിയങ്ങാക്കിയേ. പൂ പോലത്തെ പുട്ടും കടലക്കറിയുമാണേ. പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുന്നതിനേക്കാൾ സോഫ്റ്റായിട്ട് എനിക്ക് കിട്ടാറുള്ളത് ഈ റൈസ് കുക്കറിൻ്റെ സ്റ്റീമറിൽ ഉണ്ടാക്കുമ്പോഴാണേ. പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കാപ്പിയൊക്കെ അങ്ങ് കൊടുത്തേ. ചെറുതായി അരിഞ്ഞ പഴത്തിൽ കുറച്ച് പാലും പഞ്ചസാരയും കുറച്ച് തേനും കൂടി ചേർത്ത് അതും കൂടി ആയപ്പോൾ ടിഫിൻ ഡബിൾ സെറ്റ്. ഉച്ചയ്ക്ക് ലഞ്ചിന് റൈസും മഷ്റൂം മസാലയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്തേ. മഷ്റൂമിനെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കുറച്ച് സമയം മാറ്റി വെച്ച ശേഷം ഫ്രൈ ചെയ്ത് ഗ്രേവിയിലേക്കാക്കിയേ. പിന്നെ കുറച്ച് കടുക് വറ കൂടി ആയപ്പോൾ കറിയായേ. പിന്നെ ആ ഗ്രേവി ഒന്ന് കുറുകുന്നത് വരെ തിളപ്പിച്ചിറക്കിയപ്പോഴേക്കും ഒന്നും പറയാൻ വയ്യ, സൂപ്പർ ടേസ്റ്റായിരുന്നേ. ഗ്രേവിയുടെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് വന്നത്. വൈകിട്ടലത്തേക്ക് കുറച്ച് ചോറും പരിപ്പും പപ്പടവും ഉണ്ടാക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ റൈസ് കാലിയായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ബ്ലിങ്കിറ്റിൽ അല്ല കേട്ടോ, ജിയോമാർട്ടിൽ ഓർഡറാക്കിയേ. സ്നോയുടെ ഗ്രേവിയും ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നേ. സ്നോ ചേച്ചി, നീ ഇതൊന്നും ഒറ്റയ്ക്ക് തിന്ന് കഷ്ടപ്പെടണ്ട, ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്നാണെന്ന് തോന്നുന്നേ കൊക്കോ പറയുന്നത്. പാല് കൊണ്ടുവരുന്ന ചേട്ടൻ്റെ ഹൗസ് വാമിംഗ് ആയതിനാൽ ഇന്ന് പാല് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കവർ പാലിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. 4 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളൊരു വെജിറ്റബിൾ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന തീരുമാനത്തിലെത്തിയേ. അതിനായി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് ചൂടായ ശേഷം അതിൽ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് അതും നന്നായിട്ട് മുരിഞ്ഞ ശേഷം അതിലേക്ക് ആവശ്യമായ മൈദയും പിന്നെ കുറച്ച് പാലും ചേർത്ത് കുറുക്കിയെടുത്തേ. നൂഡിൽസൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടുക്കളയിൽ സഹായികളുടെ തിരക്ക് കാരണം എനിക്ക് നിൽക്കാൻ പോലും സ്ഥലം കിട്ടാറില്ലേ. ഇതിപ്പോൾ ഓമിയാണ് ഈ കൂട്ട് കുറുക്കിയെടുക്കുന്നത്. അങ്ങനെ ഫൈനലി അത് ആറുന്നത് വരെ കാത്തിരുന്ന് അതിനെ ചോപ്പർ കുട്ടനിലിട്ട് ഒന്ന് കറക്കിയെടുത്തപ്പോഴേക്കും നമ്മുടെ സോസിൻ്റെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ കുറച്ച് ബീൻസും ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാപ്സിക്കവും അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നേ. അടുത്തത് ചൂടായ എണ്ണയിൽ ഇതിനെയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണേ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ ഒരു മാഗി മാജിക് മസാല സാച്ചറ്റും ചേർത്തിട്ടുണ്ടേ. പിന്നെ ഈ കൂട്ട് നന്നായി വഴറ്റിയ ശേഷം നമ്മുടെ വൈറ്റ് സോസും കൂടി ചേർത്ത് ഒരു തള വന്നതിന് ശേഷം നൂഡിൽസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്താൽ നൂഡിൽസ് റെഡിയായേ. റെഡി ആകുന്നതിന് മുമ്പേ റെഡി ആയിക്കഴിഞ്ഞ് കഴിക്കാനായി രണ്ടുപേരും എൻ്റെ 2 സൈഡിലും ഓരോ പ്ലേറ്റും എടുത്ത് ഹാജരായിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ നൂഡിൽസ് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പോൾ ഓമി ഉപ്പ് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഒരു മാഗി മാജിക് മസാല കൂടി ചേർത്താൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന്. പിന്നെ അത് വേണ്ടെന്ന് പറയണ്ടല്ലോ, പിന്നെ ഒരു സാച്ചറ്റ് കൂടി ചേർത്തേ. പാസ്ത ഉണ്ടാക്കിയാലും നൂഡിൽസ് ഉണ്ടാക്കിയാലും ഞാൻ ഇതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ജഡ്ജസിനോട് തന്നെ ചോദിക്കാമേ എങ്ങനെയുണ്ടെന്ന്. എന്തെങ്കിലും ഒന്ന് വെച്ചുണ്ടാക്കി കൊടുത്ത ശേഷം അത് കൊള്ളാം, നല്ലതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷം, ദൈവമേ, വയറ് നിറച്ച് കഴിച്ചാൽ പോലും കിട്ടത്തില്ല. ഇനി ഇത് നാളത്തെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവാണേ. അതിനു വേണ്ടി അരിയിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ചേർത്ത് അരച്ചെടുക്കാൻ പോവുകയാണേ. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും അപ്പത്തിൻ്റെ മാവ് നല്ല സോഫ്റ്റായിട്ടുണ്ടായിരിക്കുമേ. ഇത് ഡിന്നർ മാമാങ്കമാണേ. പരിപ്പും പപ്പടവും പിന്നെ ക്യാരറ്റിൻ്റെ തോരനും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. രാത്രിയിൽ എന്താണ് ഊണുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ പപ്പ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഊണിനുണ്ടാകുമെന്നാണ് പറഞ്ഞത്.
ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒന്നും കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കരുതിയത് ക്യാമറ ഓൺ ആണെന്നാണ്, ഓഫായിരുന്നു. അങ്ങനെ നമ്മൾ പരിപ്പും പപ്പടവും ക്യാരറ്റ് തോരനും പിന്നെ കുറച്ച് പാൽപ്പായസവുമാണ് ഉണ്ടാക്കിയത്. പപ്പടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് മിസ്റ്റിയുടേത്. മിസ്റ്റിക്ക് കൊടുത്തപ്പോൾ ബേർഡ്സ് ഞങ്ങൾക്കും വേണമെന്ന് പിന്നെ അവർക്കും കൊടുത്തേ. അപ്പോഴേക്കും ഫ്ലിപ്കാർട്ട് ഏട്ടൻ ഒരു കൊറിയർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്ലാന്റർ സ്റ്റാൻഡാണ്, പക്ഷേ എനിക്ക് ഇത് കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. എൻ്റെ റൈസ് കുക്കറും വാട്ടർ ഹീറ്ററും ഒന്ന് ഉയർത്തി വെക്കാൻ വേണ്ടിയാണ്. അവിടെ വൃത്തിയാക്കുവാൻ ഭയങ്കരമായ പാടായിട്ടാണ് ഇത് ഓർഡർ ചെയ്തത്. കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുന്ന സമയത്ത് ഒന്നുകിൽ ഇതെല്ലാം അഴിച്ച് തറയിൽ വെച്ചിട്ട് വൃത്തിയാക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അങ്ങനെ രാത്രി എത്തുമെന്ന് പറഞ്ഞ ഇവരുടെ പപ്പ 11:30 തിരിച്ചെത്തിയിട്ടുണ്ടേ. 2 വണ്ടിയും കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഇദ്ദേഹത്തിൻ്റെ അനിയൻ്റെ വണ്ടിയാണേ. ഇപ്പോൾ കാണാമേ ഓരോരുത്തരുടെ സ്നേഹപ്രകടനം. പപ്പ, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? നിന്നെ കാണാൻ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നോ. നോക്ക് മിസ്റ്റിയുടെ ഓവർ ആക്ടിങ്. അവൾ മാത്രമല്ലേ, അഭിനയിക്കാൻ എല്ലാവരും റെഡിയായിട്ടാണ് ഇരിപ്പ്. പപ്പ, മമ്മി ഈ വിൻഡോ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. തുറന്നിട്ടിരുന്നെങ്കിൽ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അവിടെ എത്തുമായിരുന്നു എന്ന രീതിയിലാണ് സ്നോയുടെ എക്സ്പ്രഷൻ. ഇനി അടുത്ത ആളെ കാണാമേ. വേഗം ഈ ഡോറൊന്ന് തുറക്ക് പപ്പ, ഞാനൊന്ന് പുറത്ത് വരട്ടെ എന്ന രീതിയിലാണ് ഇവളുടെ എക്സ്പ്രഷൻ. ബാക്കി നിങ്ങൾ നോക്കിക്കണ്ടാൽ മതിയേ. ഇവരെയെല്ലാം ഓരോ തവണയായി ഞാൻ ഇഷ്ടപ്പെട്ട് ഈ വീട്ടിലുള്ള എല്ലാവരോടും ഫൈറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഇവരുടെ A to Z കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത്. എന്നാലും ഇവർക്കെല്ലാം സ്നേഹം അവരുടെ പപ്പയോട് മാത്രമാണ്. അങ്ങനെ ഓണവും പിക്നിക്കും വിജയകരമായി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഊണൊക്കെ ഒന്ന് കഴിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി.